Next question, question number 88. The amplitude of damped oscillator becomes 1/27th of its initial value after 6 minutes. അതായത് ആംപ്ലിറ്റ്യൂഡ് 1/27th ആവും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയാണ്, A0 ആയിരുന്നു ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ A0/27 ആവും ഇൻ 6 minutes. ഓക്കെ, വാട്ട് വാസ് ദ ആംപ്ലിറ്റ്യൂഡ് ആഫ്റ്റർ 2 minutes? 2 minutes കഴിയുമ്പോഴുള്ള ആംപ്ലിറ്റ്യൂഡ് എന്തായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് 1/9, ഓപ്ഷൻ ബി 1/6, ഓപ്ഷൻ സി 1/3, ഓപ്ഷൻ ഡി ഹാഫ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത് നമുക്കൊരു ഉദാഹരണമാണ്. എന്താണ്? ഇതൊരു എക്സ്പോണൻഷ്യൽ ഡിക്രീസാണ്. എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഡിക്രീസ് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? ന്യൂക്ലിയർ റിയാക്ഷനിൽ, ന്യൂക്ലിയർ റേഡിയോ ആക്ടിവിറ്റിയിൽ എക്സ്പോണൻഷ്യൽ ഡിക്രീസാണ് എപ്പോഴും. പിന്നെ അതേപോലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എക്സ്പോണൻഷ്യൽ ഡിക്രീസാണ്. പിന്നെ അതേപോലത്തെ വേറൊരു സ്ഥലം നമ്മൾ കണ്ടത് കൈനറ്റിക്സ്, കെമിക്കൽ കൈനറ്റിക്സിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിൻ്റെ കർവ് എക്സ്പോണൻഷ്യൽ ഡിക്രീസാണ്. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് എവിടെ വരണം? അവിടെ ഹാഫ് ലൈഫ് അല്ലെങ്കിൽ 1/3 ലൈഫ് പോലത്തെ കൺസെപ്റ്റുകൾ വരും. അത് യൂസ് ചെയ്ത് ചെയ്യാണ് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണതിനേക്കാളും ഭേദം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ്റെ ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കെമിക്കൽ കൈനറ്റിക്സിൽ അങ്ങനെയാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കാം, A0 എന്നുള്ളത് A0/27 ആയി എത്ര മിനിറ്റ് കഴിഞ്ഞപ്പോൾ? ടോട്ടൽ 6 minutes കഴിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചത് 2 minutes കഴിയുമ്പോൾ എത്ര ആയിട്ടുണ്ടാവും? അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുക 2 minutes കഴിഞ്ഞപ്പോൾ അത് A0/3 ആണ് ആയതെന്ന് വിചാരിക്കും. 2 minutes. അപ്പോൾ ഇനി നമ്മൾ ആ ടെക്നിക്ക് യൂസ് ചെയ്യുക. അതായത് ടൈം ലീനിയർ ആയിട്ടേ കൂടുള്ളൂ, പക്ഷേ കുറയണത് എക്സ്പോണൻഷ്യലായിട്ട് കുറയും. അപ്പോൾ 2 minutes ഉള്ളത് 4 minutes ആകുമ്പോഴത്തേക്ക് ഇയാളുടെ 1/3 ആവും. സോ A0/9 ആവും. 4 minutes ഉള്ളത് 6 minutes ആകുമ്പോഴത്തേക്ക് ഇയാളുടെ 1/3 ആവും. അതല്ലേ A0/27. ഓക്കെ, ഇത് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കണമെന്നില്ല, ഇത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി. സോ 1/3 ആണ് ആവുക 2 minutes ആവും. ഓക്കെ, 4 minutes കഴിഞ്ഞാലോ 1/9 ആണ് ആവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഡിക്രീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ സി. ക്വസ്റ്റ്യൻ നമ്പർ 89. A forced oscillator is acted upon by a force. ഒരു ഫോഴ്സ്ഡ് ഓസിലേറ്ററിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, F = F0 sin ωt. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞത് ഇവിടെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയാണ്, നമ്മുടെ ωd എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയും. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേറ്റർ, ആ ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 55/√2ω² - 36ω + 9. അങ്ങനെയാണെങ്കിൽ റെസണൻറ്റ് ഫ്രീക്വൻസി എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 2, B 9, C 18 ആൻഡ് D 36. ഓക്കെ, എന്താണ് റെസണൻറ്റ് ഫ്രീക്വൻസി? ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക ഏത് ഫ്രീക്വൻസിയിലാണോ അപ്പോഴാണ് റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ മിനിമം ആവണം. വേറെ ഒന്നും നോക്കാമല്ലോ, ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഡിനോമിനേറ്റർ മിനിമം ആവണമെങ്കിൽ ഇത് റൂട്ടിൻ്റെ അകത്തായതുകൊണ്ട് റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾ മിനിമം ആവണം. ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് ഞാൻ എസ് എന്ന് കൊടുക്കുകയാണ്. അയാൾ 2ω² - 36ω + 9 ആണ്. ഇയാൾ മിനിമം ആവണമെങ്കിൽ, ഒരു ക്വാണ്ടിറ്റി ഒരു ഫംഗ്ഷൻ മിനിമം ആവണമെങ്കിൽ അയാളുടെ നോക്കുക, ഇത് മിനിമം ആവണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഡെറിവേറ്റീവ് 0 ആവണ്ടേ. സോ ds/dt ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും? 2ω² എന്ന് പറഞ്ഞാൽ 4ω - 36 = 0 അല്ലേ? ഓർ 4ω = 36, ω = 36/4, ദാറ്റ് ഈസ് 9. അപ്പോൾ ω9 ആവുമ്പോഴാണ് ഇയാൾ മിനിമം ആവുക. ഇയാൾ മിനിമം ആവുമ്പോഴാണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുക. അപ്പോൾ ω9 ആവുമ്പോഴാണ് റെസണൻസ് സംഭവിക്കുക. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 90. ക്വസ്റ്റ്യൻ നമ്പർ 90 എന്താണ്? എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എലോങ് y ആക്സിസ് ഹാസ് ഇറ്റ്സ് മോഷൻ ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ. ഒരു പാർട്ടിക്കിളിൻ്റെ y ആക്സിസിലുള്ള സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ A sin ωt + B എന്നാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര എന്നാണ് ചോദ്യം. ആംപ്ലിറ്റ്യൂഡ് ഓപ്ഷൻ എ ബി, എ പ്ലസ് ബി, റൂട്ട് എ പ്ലസ് ബി. ഓക്കെ, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു കോസ് ഒമേഗ ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവുമായിരുന്നു നമ്മുടെ ആംപ്ലിറ്റ്യൂഡ്. ഇവിടെയും സൈൻ ഒമേഗ ടി ആയിരുന്നെങ്കിൽ എ പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് എഴുതി കൂടെ അതിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എ പ്ലസ് ബി ആവുമായിരുന്നു ആംപ്ലിറ്റ്യൂഡ്. പക്ഷേ ഇവിടെ കോസ് ഒമേഗ ടി ഇല്ല, സൈൻ ഒമേഗ ടി ഇല്ല, ഇതൊരു ഇനീഷ്യൽ വാല്യൂ ആണ് ശരിക്കും. അപ്പോൾ ഇയാൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ആംപ്ലിറ്റ്യൂഡിനെ തീരുമാനിക്കുന്നത്, ആ സൈനിൻ്റെ വേരിയേഷനെ തീരുമാനിക്കുന്നത് ആര് മാത്രമാണ്? ഈ ആംപ്ലിറ്റ്യൂഡ് എ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ എ ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 91 നോക്കുക. If Ks and Kp respectively represent effective spring constant in series and parallel combination. നമുക്ക് ഇവിടെ ഒരു സീരീസ് കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. K2K ആണ് ഫസ്റ്റ് കോമ്പിനേഷൻ. രണ്ടാമത്തത് K2K എന്നുള്ള പാരലൽ കോമ്പിനേഷൻ തന്നിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഈ K2K എന്നുള്ള സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം KS എന്നാണ് ഇതിന് തന്നിട്ടുള്ളത്. ഈ KSൻ്റെ വാല്യൂ ഇതിന് KS ആണ് വാല്യൂ, ഇതിൻ്റെ KP ആണ് വാല്യൂ. നമ്മളോട് ചോദിച്ചത് KS/KP എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, അതിൽ ഓപ്ഷൻസിൽ എ എന്നുള്ളത് 9/2, ഓപ്ഷൻ ബി 3/7, ഓപ്ഷൻ സി 2/9 ആൻഡ് ഓപ്ഷൻ ഡി 3/7. ഇത്രയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ റേഷ്യോ എടുക്കുക, അത്രേ ഉള്ളത്. അപ്പോൾ KS എത്രയാണ്? സ്പ്രിങ്ങിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണ്. 2K × K by 2K plus K അല്ലേ, 2K1 K2 by K1 plus K2, 2K² / 3K. ഒരു K ക്യാൻസൽ ചെയ്താൽ 2K/3 കിട്ടില്ല എല്ലാവർക്കും. ഇനി KP കാൽക്കുലേറ്റ് ചെയ്യുക. KP ആകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. K1 plus K2 എന്താണ്? K1 plus K2 K plus 2K, ദാറ്റ് ഈസ് 3K. ഓക്കെ, ഇനി KS/KP കാൽക്കുലേറ്റ് ചെയ്യുക. റേഷ്യോ KS/KP ഈക്വൽ ടു എന്താ വരിക? KS 2K/3 അല്ലേ, ബൈ KP എത്രയാണ്? 3K. K ക്യാൻസൽ ചെയ്തു. ഈ 3 × 3 എത്ര? 9. സോ 2/9 ആണ് ആൻസർ. ക്ലിയർ? അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് സ്പ്രിങ്ങിൻ്റെ ഒരു സീരീസ് പാരലൽ കോമ്പിനേഷൻ്റെ പ്രാക്ടീസ് മാത്രമാണ്. അപ്പോൾ 2/9 ആണ് ഇതിൻ്റെ ആൻസർ വരും. ക്വസ്റ്റൻ നമ്പർ 92. ക്വസ്റ്റൻ നമ്പർ 92 പറയുന്നത് ഫോഴ്സ് F = -KX - BV. ഓക്കെ, അതിൽ KB കോൺസ്റ്റൻ്റ് ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യണത് എന്തിനേന്നാണ്? ഒന്നാമത്തത് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, രണ്ടാമത്തത് നോൺ ലീനിയർ ഓസിലേറ്റർ, ഓക്കെ, മൂന്നാമത്തത് ഡാംപ്ഡ് ഓസിലേറ്റർ, നാലാമത്തത് ഫോഴ്സ്ഡ് ഓസിലേറ്റർ, അഞ്ചാമത്തത് ലീനിയർ ഓസിലേറ്റർ. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബി എന്നുള്ളത് ഡാമ്പിങ് കോൺസ്റ്റൻ്റ് ആണ്, കാരണം അത് വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ F = -KX - BV എന്നുള്ള ഈ ഇക്വേഷൻ ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഇതിപ്പോൾ md²x/dt² ആക്കി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡാംപ്ഡ് ഓസിലേറ്ററാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 93 വേവ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഫോളോയിങ് 4 waves are sent along string x മീറ്റേഴ്സിലാണ്, t സെക്കൻഡ്സിലാണ്. വിച്ച് ഓഫ് ദം ഈസ് മൂവിങ് ഫാസ്റ്റസ്റ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ അതിൽ 1 തന്നിട്ടുള്ളത് y1 = 1 millimeter sin x - 3t. y2 രണ്ടാമത്തത് y2 = 2 millimeter sin 4x - 3t, 4x - t. Third wave y3 = 3 millimeter sin 2x - t. Fourth y4 = 4 millimeter sin x - 2t. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഫാസ്റ്റസ്റ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ബി സെക്കൻഡ് വൺ. അതിൽ ഏതാണ് ഫാസ്റ്റസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും വെലോസിറ്റി ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് ആളുടെ വെലോസിറ്റി എങ്ങനെ വെലോസിറ്റി ഫൈൻഡ് ചെയ്യുക? വേവിൻ്റെ വെലോസിറ്റി ω/k ആണ് ഇവിടെ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ. ω/k. ഒമേഗ എന്ന് പറഞ്ഞാൽ ടീൻ്റെ കൂടെയുള്ള ആൾ, കെ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള ആൾ. ഇവിടെ ടീൻ്റെ കൂടെയുള്ള ആളാരാ? 3. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള ആളാരാ? 1. അപ്പോൾ ഇയാളുടെ വെലോസിറ്റി 3. ഇനി V2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി.
രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ 1, കെ രണ്ടാമത്തെ ആൾ 4, 1/4. തേർഡ് V3 എന്താണ് വരിക? ഒമേഗ എന്ന് പറഞ്ഞാൽ 1, കെ എന്ന് പറഞ്ഞാൽ 2. V4 ഒമേഗ എന്ന് പറഞ്ഞാൽ 2, കെ എന്ന് പറഞ്ഞാൽ 1, 2. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ഫസ്റ്റ് ആളാണ്. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ശരി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 94. ഇത് വേവ്സിൻ്റെ സ്പീഡായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് NTP ഈസ് 320 m/s. അപ്പോൾ NTPയിലുള്ള സ്പീഡ് 320 m/s ആണ് സൗണ്ടിൻ്റെ. ഇഫ് പ്രഷർ ഈസ് ടു ബി ഇൻക്രീസ്ഡ് 9 times ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇപ്പോൾ പ്രഷർ ഇപ്പോൾ P0 എന്നുള്ളത് P എന്നുള്ളത് 9 times ആക്കി മാറ്റി, പ്രഷർ 9 times ആക്കി ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതേ ടെമ്പറേച്ചറിലുള്ള സൗണ്ട് സ്പീഡ് ഓഫ് സൗണ്ട് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ടിന് ലാപ്ലാസ് കറക്ഷനിൽ γ/p/ρ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സിമിലർലി റൂട്ട് ഓഫ് γ/RT/m എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതിൽ പ്രഷറിൻ്റെ വേരിയേഷൻ ആയതുകൊണ്ട് നമ്മൾ മിക്കവാറും കേസിലും ഈ ഇക്വേഷനിലേക്കാണ് നമ്മൾ പോവുക. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ വോളിയം കുറയും. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടും. ഓക്കെ, സോ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ അതേ ഫാക്ടറിൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. മീനിങ് ബൈ ഇതിൻ്റെ ഈ ഒരു റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ ഈ ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ പ്രഷർ ഇല്ല, അത് തന്നെയാണ് ശരിക്കും. അതായത് പ്രഷറിൻ്റെ വേരിയേഷൻ വെലോസിറ്റീനെ അഫക്റ്റ് ചെയ്യില്ല ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രഷർ വേരിയേഷൻ വിൽ നോട്ട് അഫക്റ്റ് വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? 320 m/s തന്നെ ആയിരിക്കും, കാരണം പ്രഷറിൻ്റെ വേരിയേഷൻ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95. When temperature of gas at temperature velocity of gas at temperature T is temperature of gas at temperature T is increased by 400 Kelvin. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ബൈ 400 Kelvin. ടെമ്പറേച്ചർ ഇപ്പോൾ T ആണെങ്കിൽ T+400 ആക്കി. The velocity of gas becomes √2 times initial. അപ്പം ഈ T ആണ്, അപ്പോൾ T ഉള്ളത് T+400 ആക്കി. അപ്പോൾ ഈ സമയത്ത് V ആണെങ്കിൽ വെലോസിറ്റി എത്ര ടൈംസ് ആയി? √2 times V ആയി എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ T എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ 15 degree Celsius, സെക്കൻഡ് ഓപ്ഷൻ 27 degree Celsius, തേർഡ് ഓപ്ഷൻ 73 degree Celsius, ഫോർത്ത് ഓപ്ഷൻ 127 degree Celsius. ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷൻ തന്നെയാണ്. V is equal to √γ/RT/m എന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √T എന്നല്ല വരിക. അതായത് ഫസ്റ്റത്തെ ആളുടെ വെലോസിറ്റി √T തന്നെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി എന്നാണ് √2V, അത് പുതിയ ടെമ്പറേച്ചർ എത്ര? √T+400 എന്നാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇത് റേഷ്യോ എടുക്കുക, V/√2V ഈക്വൽ ടു √T/T+400. T കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് സ്ക്വയർ ചെയ്യാം, നമുക്ക് V ക്യാൻസലും ചെയ്യാം സ്ക്വയറും ചെയ്യാം. അപ്പോൾ 1/2 ഈക്വൽ ടു സ്ക്വയർ ചെയ്ത 1/√2 1/2 ആവും. T/T+400 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. T+400 ഈക്വൽ ടു 2T, T ഈക്വൽ ടു 400 Kelvin. 400 Kelvin എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 127 degree Celsius. 1 degree Celsiusലേക്ക് മാറ്റണം, കാരണം ഓപ്ഷൻസ് എല്ലാം ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 96. ക്വസ്റ്റ്യൻ നമ്പർ 96th question. Ratio of maximum to minimum intensity of two interfering waves is 25:9. അപ്പോൾ Imax ഇൻ്റർഫറൻസ് ഓഫ് സൗണ്ടിൻ്റെ വേവ്സിൻ്റെ ഇൻ്റർഫറൻസ് ആണ്. Imax to Iminimum ചെയ്തപ്പോൾ 25/9 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് വേവ് ഓപ്റ്റിക്സിലും വരുന്നുണ്ട് ഇതേ കൺസെപ്റ്റ്. അപ്പോൾ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ്. അവരുടെ ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റീസ് I1 I2 ആണെങ്കിൽ I1/I2 എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് A 16, B 8, C 4 and D 3. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എന്താണ് Imax എന്താണ് Iminimum എന്ന് അറിയണം. അപ്പോൾ ഒരു ഇൻ്റർഫിയർ ചെയ്യണ വേവ് ആണെങ്കിൽ ഇൻ്റർഫറൻസ് കഴിഞ്ഞിട്ട് രണ്ടാൾക്കാർ ഇൻ്റർഫിയർ ചെയ്ത I1 + I2 + 2 √I1 I2
cos phi എന്നാണ് കിട്ടുക. വേറെ രണ്ട് ഇൻറ്റൻസിറ്റിയാണ് I1 I2ഉം അത് രണ്ടാളും കൂടെ രണ്ട് സൗണ്ടും കൂടെ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ അവരുടെ ഫേസ് ഡിഫറൻസ് ഫൈ ആണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എപ്പോഴാണ് സംഭവിക്കുക? ഈ cos phi 1 ആകുമ്പോൾ. സോ I max ഈക്വൽ ടു ഓക്കെ നോക്കുക, ഇത് 2 root I1 I2 I1 plus I2 plus 2 root I1 I2 cos phi എന്നല്ലേ. അപ്പോൾ ഇതിന് എനിക്ക് root I1 plus root I2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. മാക്സിമം ആകുമ്പോൾ ഈ cos phi ഉണ്ടാവില്ല. ഓക്കെ, സിമിലർലി മിനിമം എപ്പോഴാണ് സംഭവിക്കുക? cos phi -1 ആകുമ്പോൾ. അപ്പോൾ ഇവിടെ root I1 minus root I2 ഹോൾ സ്ക്വയർ എന്നാണ് വരും. ഓക്കെ, അപ്പോൾ നമ്മളോട് തന്നിട്ടുള്ളത് എന്താണ്? I max by I minimum. ഇന്ന് ഞാൻ ഈ ഇക്വേഷൻ ഇതാണ്, root I1 plus root I2 ഹോൾ സ്ക്വയർ ബൈ root I1 മൈനസ് root I2 ഹോൾ സ്ക്വയർ. ഇത് തന്നിട്ടുള്ളത് 25/9 ആണെന്ന്. അപ്പോൾ നമുക്ക് സ്ക്വയർ മാറ്റി ചെയ്താൽ root I1 plus root I2 ബൈ root I1 മൈനസ് root I2 ഈക്വൽ ടു 25ൻ്റെ റൂട്ട് 5 അതിൻ്റെ റൂട്ട് 3. ഇനി ഞാൻ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ അപ്ലൈ ചെയ്യാണ്, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആഡ് ചെയ്യുക, root I1 plus root I2 plus root I1 മൈനസ് root I2. ഡിനോമിനേറ്ററിൽ സബ്ട്രാക്ട് ചെയ്യുക, ന്യൂമറേറ്റർ ആദ്യം എഴുതുക, അതിൽ നിന്ന് ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യുക, ഈക്വൽ ടു ഇനി എന്താ കിട്ടുക? ഇവിടെ ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യണം. സോ 5 plus 3 by 5 minus 3 ഈക്വൽ ടു ഇവിടെ root I2 മൈനസ് root I2 ക്യാൻസൽ ചെയ്യും, root I1ഉം root I1ഉം ക്യാൻസൽ ചെയ്യും. ഇപ്പോൾ 2 root I1 by 2 root I2 ഈക്വൽ ടു 8/2 അല്ലേ കിട്ടാം. ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ root I1 by root I2 4 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് I1 by I2 ആണ്. ഇപ്പോൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യണ്ടേ, 16 കിട്ടും. ഓക്കെ, അത് വേവ് ഓപ്റ്റിക്സിലും കൂടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫോർമുലയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ 16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് റെസണൻസ് ഇൻ ഗ്ലാസ് ട്യൂബ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഗ്ലാസ് ട്യൂബിൽ റെസണൻസ് ഉണ്ടാക്കും നമ്മൾ. ദ ലെങ്ത് ഓഫ് എയർ കോളം ഇൻ ദിസ് ട്യൂബ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ എ വേരിയബിൾ പിസ്റ്റൺ. ഒരു വേരിയബിൾ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന റെസണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് 27 degree Celsius 2 successive resonances are produced at. നമുക്ക് റൂം ടെമ്പറേച്ചറിൽ 20 സെൻറ്റിമീറ്ററിലും 73 സെൻറ്റിമീറ്ററിലും റെസണൻസ് കിട്ടി. അതും സക്സസീവ് റെസണൻസ് ആണ്, അതായത് അടുത്തടുത്തുള്ളത്. 20 കഴിഞ്ഞാൽ പിന്നെ കിട്ടിയത് 73ലാണ്. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഈസ് 320 Hz. ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് എത്രയാണ്? 320 Hz ആണ്. എങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എത്രയെന്നാണ് ചോദ്യം. നീറ്റ് 2018 ചോദ്യമാണ്. എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എന്നാണ് ഇത് ശരിക്ക്. 330 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഓപ്ഷൻ 1. ഓപ്ഷൻ 2 339 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ സി 350 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ഡി 300 മീറ്റർ പെർ സെക്കൻഡ്. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഈ എൽ ലെങ്ത് എന്നുള്ളത് ഫസ്റ്റത്തെ ലെങ്ത് എന്താണ്? 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ റെസണൻസ് ലെങ്ത് എത്രയാണ്? 73 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്ന് മനസ്സിലാവേണ്ടത് ഈ റെസണൻസ് കോളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫണ്ടമെൻ്റൽ ലെങ്ത് തന്നെ എടുക്കുകയാണ്. ഫണ്ടമെൻ്റൽ തൊട്ട് അപ്പുറത്തുള്ള ആളാണ്, തൊട്ട് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ലെങ്ത്ത് മാറി നമുക്ക് ഈ ഓപ്പൺ എൻഡിൽ ആൻറ്റിനോടും ക്ലോസ്ഡ് എൻഡിൽ നോഡും എല്ലാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും λ/4 ആണ് അല്ലേ? ഇത് λ/4, λ/2, ഇത് എത്ര? 3 λ/4 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സക്സസീവ് സാധനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ 3 λ/4 ആണ് ശരിക്ക് 73, λ/4 28 എടുക്കാം. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഫസ്റ്റാണ് ഇയാളെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഈ L2 മൈനസ് L1 എന്ന് പറഞ്ഞാൽ λ/2 അല്ലേ? ഈ λ/2 അല്ലേ ഇവരുടെ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ L2 മൈനസ് L1 മീൻസ് 73 മൈനസ് 20 ആണ് ശരിക്കും λ/2.
ഓർ 53 ആണ് λ/2. അപ്പോൾ ലാംഡ എന്നുള്ളത് 53 × 2 ദാറ്റ് ഈസ് 106 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്കിനി വേണ്ടത് വെലോസിറ്റിയാണ്. സോ വെലോസിറ്റി ഈക്വൽ ടു ഓക്കെ എഫ് ലാംഡ. സോ എഫ് 320 ഹെർട്സ് ആണ് ഇൻറ്റു ലാംഡനെ ഞാൻ മീറ്ററിൽ എഴുതുകയാണെങ്കിൽ 1.06 എന്നാണ്. അപ്പോൾ 320-നേക്കാളും കുറച്ച് മേലെ, ഫ്രീക്വൻസി 320 അല്ലേ, 320-നേക്കാളും കുറച്ച് മേലെയുള്ള ഒരു ഇതാണ് വരിക. അപ്പോൾ ഒന്നുകിൽ 330 അല്ലെങ്കിൽ 339 ഒക്കെ വരും. ഞാൻ 320-നെ 106 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. Plus 6 3s are 40, 18. 3 zeros are 0, 0 plus 1 1, 1 3s 3. അപ്പോൾ 2 9 3 3. അപ്പോൾ ഇത് 339.2. അപ്പോൾ 339 മീറ്റർ പെർ സെക്കൻഡിനോടാണ് ക്ലോസ് ആയിട്ട് വരിക. അപ്പോൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ക്ലോസ് ബൈ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 98, NEET 2018 question number 98. The fundamental frequency in an open organ pipe is equal to third harmonic of a closed organ pipe. അതായത് fundamental frequency of a closed or open organ pipe is equal to third harmonic of a closed organ pipe. അപ്പോൾ the length of closed organ pipe is 20. ഈ ക്ലോസ്ഡിൻ്റെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് എത്രയാണ്? ലെങ്ത് ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് എത്രയാണെന്ന് ചോദ്യം. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ 13.2 സെൻറ്റിമീറ്റർ, സെക്കൻഡ് ഓപ്ഷൻ 8 സെൻറ്റിമീറ്റർ, തേർഡ് ഓപ്ഷൻ 12.5 സെൻറ്റിമീറ്റർ, ഫോർത്ത് ഓപ്ഷൻ 16 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ V/2L ആണ്. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഓപ്പൺ എന്ന് എഴുതാണ് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ 3 × V/4L. ക്ലോസ്ഡ് ആകുമ്പോൾ V/4Lൻ്റെ ഓഡ് മൾട്ടിപ്പിൾസ് ആണ് വരിക. വി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/2 × L ഓപ്പൺ ആണ് നമ്മളോട് ചോദിച്ചത്, ഈക്വൽ ടു ഈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ L ഓപ്പൺ ഈക്വൽ ടു 3/2 × L ക്ലോസ്ഡ് 20. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. L ഓപ്പൺ ഈക്വൽ ടു 40/3. അത് 13 പോയിൻറ്റ് സംതിങ് അല്ലേ വരിക, 13.2 എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, 13.2 സെൻറ്റിമീറ്റർ. ഇതാണ് ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 99. The two nearest harmonics of a tube closed at one end and open at other end are 220 Hz and 260 Hz. അതായത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പാണെന്ന് അർത്ഥം. ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് ഓപ്പൺ ആണ്. അപ്പോൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലെ NEET 2017 ക്വസ്റ്റ്യൻ ആണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലെ രണ്ട് നിയറസ്റ്റ് ഹാർമോണിക്സ്, അടുത്തടുത്തുള്ള രണ്ട് ഹാർമോണിക്സ്, ഒന്ന് 220 ഹെർട്സും മറ്റേത് 260 ഹെർട്സും ആണ്. ഓക്കെ, വാട്ട് ഈസ് എ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി? അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് 120 ഹെർട്സ്, ഓപ്ഷൻസ് 2 30 ഹെർട്സ്, ഓപ്ഷൻ 3 40 ഹെർട്സ്, ഓപ്ഷൻ 4 10 ഹെർട്സ്. നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സക്സസീവ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസി, റെസൊണൻറ്റ് ഫ്രീക്വൻസി 220 ഹെർട്സും 260 ഹെർട്സും ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആളുടെ ഫ്രീക്വൻസി ഞാൻ n × ഫണ്ടമെൻ്റൽ എന്ന് കൊടുത്താൽ, n × ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണെന്ന് കൊടുത്താൽ, രണ്ടാമത്തെ ആളുടെ ഫ്രീക്വൻസി n+2 ആയിരിക്കും. കാരണം ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഞാൻ n ഓഡ് നമ്പർ ആയിട്ടാണ് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ n+2 × ഫണ്ടമെൻ്റൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ
ഇപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുത്താൽ F2 മൈനസ് F1 ഞാൻ എടുത്താൽ n+2 ഫണ്ടമെൻ്റലിന് മൈനസ്, ഞാൻ ഫണ്ടമെൻ്റലിന് F എന്ന് കൊടുക്കുകയാണ് സൗകര്യത്തിന്, NF. അപ്പം NF + 2F - NF ഓർ ഈക്വൽ ടു 2F. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2F ആണ്. ദാറ്റ് മീൻസ് ഡിഫറൻസ് എത്രയാണ്? 40. അപ്പോൾ F = 40/2 = 20 ഹെർട്സ് ആണ് അപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? ഇത് ഡയറക്റ്റായിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾസേ ഹാർമോണിക്സേ ഉള്ളൂ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. The end correction of resonance column is 1 cm. നിങ്ങൾക്ക് end correction 1 cm ആണ് തന്നിട്ടുണ്ട്. അതായത് വാട്ട് ഈസ് end correction? റെസണൻസ് കോളത്തിൽ ശരിക്കും കുറച്ചും കൂടെ ലെങ്ത് ഉള്ള പോലെ ആയിരിക്കും ഉണ്ടാവും. ഇതുവരെ ഇങ്ങനെ ഇവിടെയാണ് ആൻറ്റിനോഡ് ഉണ്ടാവുക, അല്ലാതെ കറക്റ്റ് ഓപ്പണിങ്ങിലല്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ലെങ്ത്തിൻ്റെ കൂടെ ആ എൻഡ് കറക്ഷനും കൂടെ ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇഫ് ദ ഷോർട്ടസ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത് വിത്ത് ട്യൂണിംഗ് ഫോർക്ക് ഇസ് 10 cm. അപ്പോൾ ഷോർട്ടസ്റ്റ് ലെങ്ത്ത് 10 cm ആണ് കിട്ടിയത്. അപ്പോൾ ശരിക്കും അത് 10 + 1 11 ആണെന്ന് അർത്ഥം. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത് എത്രയായിരിക്കും? നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത്ത് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ്: A 32 cm, B 40 cm, C 28 cm, ഫോർത്ത് ഓപ്ഷൻ 36 cm. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവണത് ശരിക്കുള്ള ഫസ്റ്റ് ലെങ്ത് എത്രയാണ്? കിട്ടിയ മെഷേർഡ് ലെങ്ത്തിൻ്റെ കൂടെ എൻഡ് കറക്ഷൻ കൂട്ടി. അപ്പോൾ കിട്ടിയ മെഷേർഡ് ലെങ്ത്ത് 10, അതിൻ്റെ കൂടെ ഇപ്പോൾ 11 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത്ത് ഇതിൻ്റെ 3 times ആയിരിക്കും. കാരണം ഇതാണ് ഷോർട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 3 times ആയിരിക്കും അടുത്ത്. അപ്പോൾ നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത്ത് L2 = 33 cm ആയിരിക്കും ശരിക്കും. പക്ഷെ നമ്മളോട് ചോദിച്ചത് സ്മോൾ L2 എത്രയാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു L2 + E ഓർ L2 = 33 - 1 = 32 cm. ഈ അങ്ങോട്ട് എടുത്താൽ -1 അല്ലേ? അപ്പോൾ L2 32 cm എന്നാണ് കിട്ടും നെക്സ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 101. 2 waves y1 = 10 sin 600 pi/t, okay, and y2 = 10 sin 608 pi/t. Traveling in same direction, superimpose on each other. Beat frequency എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ beat frequency is how much? Options: first option 2 Hz, second option 4 Hz, third option 6 Hz, fourth option 8 Hz. ഇവിടെ നമ്മൾ ആദ്യത്തെ കേസിൽ ആദ്യത്തെ എഫ് നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു F1 - F2. രണ്ടാൾ തമ്മിലുള്ള ഏറ്റവും വലുതാരോ വലുതെന്ന് ചെറുത്. അപ്പോൾ ഇയാളെ ഞാൻ വലുതായിട്ട് എടുത്താൽ ഇയാളുടെ ഇത് ഒമേഗയാണ് 608 pi. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ടീൻ്റെ കൂടെയുള്ള ആളാണ് ഒമേഗ. അപ്പോൾ ഫ്രീക്വൻസി 2π നോക്കാം, ω/2π. സോ ഒമേഗ ഈസ് 608 pi/2π മൈനസ് രണ്ടാമത്തെ ആളുടെ വലുതിന് ചെറുത് ഓർക്കാന്നുള്ള അസംഷനാണ്. അപ്പോൾ 600 pi/2π ആണ് രണ്ടാമത്തെ ആൾ. പൈ ക്യാൻസൽ ചെയ്തു. 304 - 300 = 4 Hz ആണ് ബീറ്റ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ? അടുത്തത് 102. 2 sitar strings A and B playing the note da are slightly out of tune. 2 sitar strings ഉണ്ട്, പക്ഷെ അവർ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ട്യൂൺ ആയതുകൊണ്ട് അവിടെ ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ A B തമ്മിൽ സൗണ്ട് ചെയ്തപ്പോൾ എത്ര ബീറ്റ്സ് ഉണ്ടായി? 5 ബീറ്റ്സ് ഉണ്ടായി. Now the tension of the string B is slightly increased. ഇതിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്കെ,
and the beat frequency is found to decrease. ഇനി എയും ബിയും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി is decreased by 3 Hz. Means ഇപ്പോൾ അത് 2 Hz ആയി. എത്ര ബൈ മൈനസ് എത്ര ആയി? 3 Hz കുറഞ്ഞു. ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു. If the frequency of A is 425 Hz, എന്റെ ഫ്രീക്വൻസി 425 Hz ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഫ്രീക്വൻസി, ആദ്യത്തെ കുറക്കണതിന് മുമ്പത്തെ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 428 Hz, ഇത് JEE മെയിൻ 2018 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 2 430 Hz, ഓപ്ഷൻ 3 422 Hz, ഓപ്ഷൻ 4 420 Hz. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട് വിചാരിക്കും. അപ്പോൾ എൻ്റെ ഫ്രീക്വൻസി ഓൾറെഡി തന്നിട്ടുണ്ട് 425 Hz. അപ്പോൾ ബി ആയിട്ട് ഉണ്ടാക്കുന്ന ബീറ്റ്സ് 5 Hz ആണ് നമുക്ക് ആദ്യം അറിയാം. നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇത് കൺസെപ്ച്വലി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബീൻ്റെത് ഒന്നുകിൽ നോക്കുക, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വലുതിന് ചെറുത് കുറക്കാന്നേ ഉള്ളൂ. ഇത് വലുതാവാം, അപ്പോൾ ഇത് 420 ആയ 5 ആവും. അപ്പോൾ ഒന്നുകിൽ ബിക്ക് 420 Hz ആവാം, അല്ലെങ്കിൽ ബിക്ക് 430 Hz ആവാം. ഈ രണ്ട് കേസിലും ബീറ്റ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുക? 5. ക്ലിയർ? ഇനി പറഞ്ഞിരിക്കുന്നത് അയാളുടെ ടെൻഷൻ കൂട്ടിയാൽ ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഫ്രീക്വൻസി കൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര കൂട്ടി? ഈ വാല്യൂ ഇല്ലേ, കുറച്ച വാല്യൂ അത് കൂട്ടി. അപ്പോൾ 430 എന്നുള്ളത് 433 ആവില്ലേ? ഇപ്പോൾ പുതിയ കേസിൽ ഇയാളോ 423 ആവില്ലേ? നോക്കുക, ഇതിൽ ഏതും ആവാം. രണ്ട് ഓപ്ഷനിലുള്ളതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. രണ്ട് ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇനി എൻ്റെത് വല്ലതും മാറ്റിയോ? ഇല്ല. എയും ഈ 433യും തമ്മിൽ ബീറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് 8 ബീറ്റ്സ് ഉണ്ടാക്കൂലേ? പക്ഷേ എയും ഈ 423യും തമ്മിലാണ് ബീറ്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2 ബീറ്റ്സല്ലേ ഉണ്ടാക്കുള്ളൂ. നമുക്ക് ആവശ്യവും ഈ 2 ബീറ്റ്സ് ഉണ്ടാക്കുന്ന കേസല്ലേ. അപ്പോൾ 2 ബീറ്റ്സ് ഉണ്ടാക്കി മീൻസ് ഇയാൾ 423 ആയിരുന്നു. അപ്പോൾ അയാളുടെ ഒറിജിനൽ ഫ്രീക്വൻസി 420 Hz ആയിരുന്നു. ആ 420 Hz ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ? കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ രീതിയിലാണ് മനസ്സിലാക്കി വെക്കാൻ നല്ലത്. ക്വസ്റ്റ്യൻ നമ്പർ 103. 2 cars moving in opposite directions approach each other with speed 22 meter per second and 16.5 meter per second respectively. നോക്കുക, 2 കാർസ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈച്ച് അതർ വിത്ത് സ്പീഡ്. ഇയാളുടെ സ്പീഡ് 22 meter per second, ഇയാളുടെ സ്പീഡ് 16.5 meter per second. The driver of the first car blows a horn having a frequency 400 Hz. ഇയാൾ 400 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ഹോൺ ബ്ലോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആൾ കേൾക്കുന്ന ഫ്രീക്വൻസി എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഹേർഡ് ബൈ ദ ഡ്രൈവർ ഓഫ് ദ സെക്കൻഡ് കാർ എത്രയാണ് ക്വസ്റ്റ്യൻ. NEET 2017 ആണ്. വെലോസിറ്റി ഓഫ് സൗണ്ട് എടുക്കേണ്ടത് 340 ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് 361 Hz, സെക്കൻഡ് 411 Hz, തേർഡ് 448 Hz, ഫോർത്ത് ഓപ്ഷൻ 350 Hz. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രണ്ടാളും അപ്രോച്ച് ചെയ്യണം. ഓക്കെ, രണ്ടാളും അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ രണ്ടാളുടെയും കൂടെ റിലേറ്റീവ് വെലോസിറ്റിയിൽ, ഒരാൾ റെസ്റ്റിലാണ്, ഇയാൾ റെസ്റ്റിലാണ് എന്ന് വിചാരിച്ചിട്ട് രണ്ടാളുടെയും കൂടെ റിലേറ്റീവ് വെലോസിറ്റിയിൽ മറ്റാൾ വരുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയല്ലേ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എത്രയാണ് ഇവിടെ? 22 + 16.5 ദാറ്റ്സ് ഈക്വൽ ടു 38.5. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ വേ സോഴ്സ് മൂവ് ചെയ്യുന്നുണ്ട്, ഇയാളും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി ഈക്വൽ ടു F0 ഇൻറ്റു, ഓക്കെ നോക്കുക, ഇവിടെ മൈനസ് ആണോ പ്ലസ്, ഇത് സൗണ്ട് ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്, മൈനസ് ആണോ പ്ലസ് ആണെന്ന് കൊടുക്കേണ്ടത് നോക്കാം. നമ്മൾ സോഴ്സിൻ്റെത് പിന്നെ ഒബ്സർവറിൻ്റെത് മേലെ എഴുതാം. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഇങ്ങനെയാണ് എഴുതുക, V+VO/V+VS എന്നാണ് എഴുതുക. ഇതിലൊരു സൈൻ കൺവെൻഷൻ നമ്മൾ എപ്പോഴും എടുക്കും, ഒബ്സർവർ ഈ സൈഡിലും സോഴ്സ് ഈ സൈഡിലുമാണ്. അപ്പോൾ
നമ്മൾ നോക്കുക, ഇവിടുത്തെ കേസിൽ ഒബ്സർവർ ഇയാളാണ്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. 16 അപ്രോച്ച് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് സൈൻ കൺവെൻഷനിലേക്ക് മാറ്റാനാണ്. ഇനി 22 എന്നുള്ളത് ഇയാൾ ഇങ്ങോട്ടുമാണ്. ഓക്കെ, ഇനി നോക്കുക, VO ആണിത്, പക്ഷേ അയാൾ പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ F0 എന്നുള്ളത് F0 400 ആണ്. അപ്പോൾ 400 ഇൻറ്റു ഓക്കെ V പ്ലസ് VO എന്ന് പറഞ്ഞാൽ നമ്മൾ 340 പ്ലസ് ഒബ്സർവറിൻ്റെ സ്പീഡ് 16.5 ബൈ 340 പ്ലസ് ഇയാൾ സോഴ്സ് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്, മീൻസ് -22. ഒരു കാര്യം മനസ്സിലാക്കുക, ഡിനോമിനേറ്റർ കുറയും ചെയ്യാം, ന്യൂമറേറ്റർ കൂടും ചെയ്യാം, മീൻസ് ഇത് 1-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ്. സോ 400-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും ആൻസർ. അപ്പോൾ ഒന്നുകിൽ 411 അല്ലെങ്കിൽ 448 ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 400 ഇൻറ്റു 340 പ്ലസ് 16.5 എന്ന് പറഞ്ഞാൽ 356.5. 340 22 സബ്ട്രാക്ട് ചെയ്താൽ 318 ആണ് കിട്ടും. ഓക്കെ, ഞാൻ 356.5 ബൈ 318 എന്നാണ്. ഇതിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 200, ഇത് 159. ഓക്കെ, ഇതിന് ഞാൻ അപ്രോക്സിമേറ്റ്ലി 160 എടുത്താൽ ഓക്കെ 0 ക്യാൻസൽ ചെയ്തു. ഇത് 5, ഇത് 4. 356-നെ 4 കൊണ്ട് അപ്രോക്സിമേറ്റ്ലി ക്യാൻസൽ ചെയ്താൽ ഇത് 4-ൽ ഇത് 8 ടൈംസ്, 36-ൽ 9 ടൈംസ് 0.1. അപ്പോൾ ഇത് 8 നിങ്ങൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യണം, കാരണം രണ്ടും 400-ൻ്റെ മേലെയാണ്. അപ്പോൾ 89 ഇൻറ്റു 5, 9 5s are 45, 8 5s are 40 + 4 44. അപ്പോൾ നമ്മൾ കുറച്ച് അപ്രോക്സിമേഷൻ നടത്തിയതുകൊണ്ട് 445 ആണ് എത്തിയത്. ആക്ച്വൽ ആൻസർ 448 ഹെർട്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. എപ്പോഴും ഇങ്ങനൊരു ഈ ഫോർമുല എപ്പോഴും മേലെ ഒബ്സർവർ താഴെ സോഴ്സ് എന്ന രീതിയിലാണ് ഫോർമുല, പ്ലസ് ഫുൾ പ്ലസ്. ഇനി പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത്, നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത്. എപ്പോഴും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിൽ എസ് വരച്ചാൽ നമുക്ക് സൈൻ കൺവെൻഷൻ്റെ കൺഫ്യൂഷൻസ് എല്ലാം ഒന്ന് മാറിക്കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 103 ക്വസ്റ്റ്യൻസ് ആണ് മെക്കാനിക്സിൽ ടോട്ടലായിട്ട് ചെയ്തത്. ഇതിൽ പല പാർട്ടുകളായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിയത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തിയറി നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര തന്നെ ഡെപ്തിൽ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് തിരിച്ചു പോയി തിയറി വായിച്ചിട്ട് ആ പാർട്ട് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക. മിക്കവാറും പാർട്ട് നിങ്ങൾക്ക് ഒരു 80% നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെക്കാനിക്സിൽ ഓക്കെയാണ്. മെക്കാനിക്സ് ഏകദേശം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീറ്റിന് ജയിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നീറ്റ് JEE പ്രീവിയസ് ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീറ്റിന് ജയിക്കും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ കോൺഫിഡൻസ് കൂടും, അറിയാത്തതാണെങ്കിൽ അത് തിരിച്ചു പോയി വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ള ബോധം വരും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ വീഡിയോസിൽ ഏതെങ്കിലും ഒരു പാർട്ട് മിസ്സായെങ്കിൽ ഒന്നും കൂടി കാണാം. എന്നിട്ട് അത് കണ്ടിട്ട് ഈ 103 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് മെക്കാനിക്സ് ഏകദേശം ഫുള്ളായിട്ട് പഠിക്കാം. ഓക്കെ, ഈ മെക്കാനിക്സ് ഇങ്ങനെ തന്നെ ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ 103 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ റെഡിയാണ് നീറ്റിനും JEE മെയിനും മെക്കാനിക്സ് എന്നുള്ള പാർട്ടിൽ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.